സോ മക്കളെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയത്തിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് ഫിസിക്കൽ പ്രോസസ് ആണെങ്കിൽ ഫിസിക്കൽ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് കെമിക്കൽ പ്രോസസ് ആണെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് അയോണിക് അയോൺസുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പേര് വിളിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ, എൻ്റെ കയ്യിലുള്ള അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വാട്ടറിലിട്ടിട്ട് ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അസറ്റിക് ആസിഡിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അസറ്റിക് ആസിഡിനെ നമ്മൾ വാട്ടറിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് അസറ്റൈറ്റ് എന്ന് പറയുന്ന അയേൺ ആയിട്ട് മാറും. പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോണിയം അയേൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അയേണുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അയോണിക് ഇക്വിലിബ്രിയത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഓരോ ടോപ്പിക് വൈസ് പോവാം. ഏറ്റവും ആദ്യം നമ്മൾ NCERT ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ്, നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന കമ്പോണൻസ് ആക്കിയിട്ട് മൈക്കിൾ ഫാരഡേയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് വിച്ച് ആർ കണ്ടക്ടിങ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന പേര് വിളിക്കാം. അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ എ സൊല്യൂഷൻ. മോൾട്ടൺ സ്റ്റേറ്റിലും സൊല്യൂഷനിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞ പേര് വിളിക്കാം. അതിൽ എക്സാമ്പിൾ ആണ് ഓൾ ആസിഡ്സുകൾ, ബേസസുകൾ, ഓൾമോസ്റ്റ് ഓൾ സാൾട്ടുകളൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്, ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾസുകളാണ്. നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് വിച്ച് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ. എക്സാമ്പിൾ ആണ് ഷുഗർ, യൂറിയ, അതേപോലെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസ്. ഇതൊക്കെ നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ദേ വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതിൽ അയേൺ ഇല്ല, അയേൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇലക്ട്രോലൈറ്റ്സുകൾക്കെല്ലാം അയേൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. നോൺ ഇലക്ട്രോലൈറ്റ്സിന് അയേണുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോലൈറ്റ്സ് ഏതൊക്കെയുണ്ട്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഡിസോസിയേറ്റ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഇൻ അക്വസ് സൊല്യൂഷൻ. വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്യുക. നമ്മൾ ഇതിന് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നുള്ള പേര് വെച്ചിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കംപ്ലീറ്റ്ലി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വളരെ കൂടുതലാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ ആൽഫ വെച്ചിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മാക്സിമം ആണെങ്കിൽ അതിനെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞ പേര് വിളിക്കും. സ്ട്രോങ് ആസിഡുകളായിട്ട് HCl ഉണ്ട്. HCl H പ്ലസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്. HNO3 ഉണ്ട്, H പ്ലസ് ഉണ്ട്, NO3 മൈനസ് ഉണ്ട്. H2SO4 ഉണ്ട്, H പ്ലസ് ഉണ്ട്, HSO4 മൈനസ് ഉണ്ട്. അതേസമയം സ്ട്രോങ് ബേസിൽ NaOH, Na പ്ലസും OH മൈനസും, KOH, K പ്ലസും OH മൈനസ്. സാൾട്ടുകളായിട്ട് NaCl, KCl, അതേസമയം K2SO4, Na2SO4, KNO3, NaNO3. ഇതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി, അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പേര് വിളിക്കുക, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്നാ പേര് വിളിക്കുക. കംപ്ലീറ്റ്ലി രണ്ടെണ്ണമായിട്ട് ബ്രേക്ക് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ HCl ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, H പ്ലസും പ്ലസ് എന്തായിട്ട് മാറും, Cl മൈനസ് ആയിട്ട് മാറും. ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ പേര് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിസോസിയേറ്റ് ഓൺലി പാർഷ്യലി ഇൻ അക്വസ് സൊല്യൂഷൻ. വെള്ളത്തിൽ പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന എക്സാമ്പിൾസ് ശ്രദ്ധിച്ചു. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന കേസ് ശ്രദ്ധിക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റ് ഇപ്പം CH3COOH ഒരു വീക്ക് ആസിഡ് ആണ്. ഈ വീക്ക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3COO മൈനസും പ്ലസ് H പ്ലസ് ആയിട്ടാ മാറുക. എന്ന് പറഞ്ഞാൽ ഇതിന് മുഴുവനായിട്ട് ഇനിയും എന്ത് ചെയ്തിട്ടില്ല, ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല.
അങ്ങനെ മുഴുവൻ ഡിസോസിയേറ്റ് ചെയ്യാത്തതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. എക്സാമ്പിൾ ഇവിടെ നോക്ക്, വീക്ക് ആസിഡ് ലൈക്ക് അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, വീക്ക് ബേസ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് സം സാൾട്ട് ലൈക്ക് കാൽഷ്യം സൾഫേറ്റ് ആൻഡ് ബേരിയം സൾഫേറ്റ് ഒക്കെ എന്തിൽ പെടുന്നതാണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ പെടുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് സ്ട്രോങ്, വീക്ക് ഓർമ്മിച്ച് വെക്കണം. ആസിഡ് ബേസ് സാൾട്ടിന്റെ കൺസെപ്റ്റുകളാണ് അടുത്തതായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. വാട്ട് ആർ ദി കൺസെപ്റ്റ് ഓഫ് ആസിഡ് ബേസ് ആൻഡ് സാൾട്ട്? നമുക്ക് 3 കൺസെപ്റ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അറീനിയസ് കൺസെപ്റ്റ്, ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്, ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. ഈ 3 കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അറീനിയസ് കൺസെപ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ലോസ് H+ ഇൻ വാട്ടർ, വെള്ളത്തിൽ H+ ലോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യുക? ആസിഡ് ആയിട്ടാ കൺസിഡർ ചെയ്യുക. HCl വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ H+ ലോസ് ആയി, ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എൻ ആസിഡ്, അതിനൊരു ആസിഡ് ആയിട്ടാ കൺസിഡർ ചെയ്യുക. CH3COH വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു H+ അവിടുന്ന് എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ H+ ലോസ് ചെയ്തു. അങ്ങനെ H+ ലോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്താ പേര് വിളിക്കുക? ആസിഡ് എന്നാ പേര് വിളിക്കുക. ബേസ് എന്ന് പറയുമ്പം വിച്ച് ക്യാൻ ലോസ് OH- ഇൻ വാട്ടർ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ OH- ആണ് ലോസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ ബേസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക്, NaOH OH- ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, NH4OH OH- ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. OH- ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് പറയാൻ പറ്റും. ലിമിറ്റേഷൻ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NH3 എന്ന് പറയുന്നത്, NH3 ഈസ് എ ബേസ്, NH3 ഈസ് എ ബേസ് ബട്ട് doesn't contain OH- അയൺ. ഇതിലൊരിക്കലും ഏത് അയൺ ഇല്ല? OH- അയൺ ഇല്ല. അപ്പൊ OH- അയൺ ഉള്ള ആൾക്കാർ മാത്രമേ ഇവിടെ എന്തായിട്ട് മാറുന്നുള്ളൂ? അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ബേസ് ആയിട്ട് മാറുന്നുള്ളൂ. അമോണിയ എന്ന് പറയുന്ന സാധനം ശരിക്കും ഒരു ബേസ് ആണ്, പക്ഷേ അതിൽ OH ഇല്ല. ഇങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസുകൾ ഉള്ളത് കൊണ്ടാണ് അടുത്ത കൺസെപ്റ്റിലോട്ട് നമ്മൾ പോകാനുള്ള കാരണം. അങ്ങനെയാണ് അടുത്ത കൺസെപ്റ്റ് വരുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ലൗറി ബ്രോൺസ്റ്റഡ് ആസിഡ് കൺസെപ്റ്റ്. ഇതില് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ലൗറി ബ്രോൺസ്റ്റഡ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. ഇതില് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ഡോണേഴ്സും, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആണ്. ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ഡോണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആസിഡ്. പ്രോട്ടോൺ അക്സെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താ വരുന്നത്? ബേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആസിഡ്, H+നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താണ്? ബേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം എന്താണ് കോൺജുഗേറ്റ് ആസിഡ്, എന്താണ് കോൺജുഗേറ്റ് ബേസ്? വൺ ഓഫ് ദി ഷുവർ ക്വസ്റ്റ്യൻ. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോൺജുഗേറ്റ് ആസിഡ്? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിന്റെ കൂടെ ഒരു H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ്. ആസിഡ് എന്ന് പറഞ്ഞ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആണ്. ആ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ആസിഡ്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ കോൺജുഗേറ്റ് ബേസ്? എന്താണ് കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൽ നിന്ന് H+ പോകുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് പ്ലസ് H+ ആണ്. കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് -H+ ആണ്. ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസ് പ്ലസ് H+ ആണ്. കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൽ നിന്ന് H+ പോയതാണ്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്ക്. NH3 എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഒരു ബേസ് ആണ്. അപ്പൊ വാട്ടർ ഇവിടെ ആസിഡ് ആയിട്ട് മാറും. ബേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സാ. അപ്പൊ ഇവിടെ ഒരു H+ ഉണ്ട്, പിന്നെ എന്തുണ്ടായിരിക്കും? OH- ഉണ്ട്. ഈ H+ ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഡോണർ, ഈ H+ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. ഈ ബേസ് ആ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ബേസ് ഇവിടെ എന്തായിട്ട് മാറി? NH4+ ആയിട്ട് മാറി. ബേസിന്റെ കൂടെ H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ കോമ്പൗണ്ടിന് എന്താ പേര് വിളിക്കുക? കോൺജുഗേറ്റ് ആസിഡ്. ആസിഡിൽ നിന്ന് H+ പോയി ബാക്കി കിട്ടുന്ന OH- എന്താ പേര് വിളിക്കുക? കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ് ആസിഡിൽ നിന്ന് കിട്ടുന്നതാണ്. ആസിഡിൽ നിന്ന് H+ പോയി കഴിഞ്ഞാൽ ലോസ് പ്രോട്ടോൺ കിട്ടുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ്. ബേസിന്റെ കൂടെ പ്രോട്ടോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ആസിഡ്. ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്.
ബേസിന്റെ കൂടെ ദാറ്റ് ഈസ് NH3 കൂടെ ഒരു H+ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3 കൂടെ ഒരു H+ ആഡ് ചെയ്തു, ബേസിന്റെ കൂടെ H+ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ്. ആസിഡിൽ നിന്ന് H+ പോകുന്നതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇസ് ദാറ്റ് റൈറ്റ്? കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൽ നിന്ന് H+ പോകുന്നു. അതേസമയം ബേസിന്റെ കൂടെ H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ആസിഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2-ന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താ? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ കോൺജുഗേറ്റ് ആസിഡ്? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നതാണ്? ബേസ് പ്ലസ് H+ ആണ് കോൺജുഗേറ്റ് ആസിഡ്. ബേസ് ഏതാ വരുന്നത്? ഇവിടെ അല്ലേ NH2- ആണ്. അതിന്റെ കൂടെ ഒരു H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് NH3. ആ NH3 എന്ന് പറയുന്നതാണ് ഇവിടെ ഉള്ള കോൺജുഗേറ്റ് ആസിഡ്. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസ് പ്ലസ് H+ ആണ്. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് പ്ലസ് H+ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. HNO3 + H2O, HNO3യും H2Oയും റിയാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? കോൺജുഗേറ്റ് ബേസ് ഓഫ് HNO3, കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കണം. കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ ആസിഡിൽ നിന്ന് എന്തിനെ റിമൂവ് ചെയ്യുക? H+നെ റിമൂവ് ചെയ്യുക. ആസിഡ് HNO3 ആണ്. അതിൽ നിന്ന് ഒരു H+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? NO3- ആണ് അവിടെ ഉള്ള കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദി കോൺജുഗേറ്റ് ബേസ് ഹിയർ ഈസ് NO3- ആണ് ഇവിടെ ഉള്ള കോൺജുഗേറ്റ് ബേസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് ബ്രോൺസ്റ്റഡ് ആസിഡ് H2O ആൻഡ് HF കോൺജുഗേറ്റ് ബേസ് ആണ്. കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൽ നിന്ന് H+ പോകുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O-യിൽ നിന്ന് H+ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടുക? OH-. അതൊരു കോൺജുഗേറ്റ് ബേസ് ആണ്. HF-ൽ നിന്ന് H+ പോയി കഴിഞ്ഞാൽ ബാക്കി F-, അത് ഒരു കോൺജുഗേറ്റ് ബേസ് ആണ്. ആസിഡിൽ നിന്ന് H+ പോകുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. H2O-യിൽ നിന്ന് H+ പോകുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ OH- കിട്ടി. HF-ൽ നിന്ന് H+ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ F-, അത് ഇവിടെ എന്ത് കിട്ടി? കോൺജുഗേറ്റ് ബേസ് കിട്ടി. ഇസ് ദാറ്റ് റൈറ്റ്? എന്താണ് നെക്സ്റ്റ് പറയാനുള്ളത്? ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. എന്താണ് ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ്? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള മോളിക്യൂളുകളാണ് ലൂയിസ് ആസിഡ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിയോണുകളെല്ലാം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. സ്പീഷീസ് വിത്ത് വാക്കന്റ് ഡി ഓർബിറ്റിലുള്ള ആൾക്കാരൊക്കെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെങ്കിൽ തന്നെ വി ക്യാൻ സേ ദേ ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കാം? നമ്മുടെ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞ പേര് വിളിക്കാം. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അപ്പം ഇനി ഇലക്ട്രോൺ അങ്ങോട്ട് മേടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞ പേര് വിളിക്കും. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആണ്. അത് ആനിയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ആനിയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണെന്ന് അറിയണം. കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണെന്ന് അറിയണം. ഇലക്ട്രോൺ റിച്ച് ആണെങ്കിൽ ഇവിടെ ഇനി ഇലക്ട്രോൺ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ ലൂയിസ് ബേസ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ലൂയിസ് ആസിഡ് ആയിരിക്കും. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ ആണ്. അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഇലക്ട്രോണെ മേടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, ഇനി ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ കാറ്റിയോൺ ആവാം, വാക്കന്റ് ഡി ഓർബിറ്റൽ ആവാം. ഇവർ ഇലക്ട്രോൺ റിച്ച് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ആണ്, അപ്പൊ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ. അവരെല്ലാം ആനിയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആസിഡ് ബേസ് കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. യു ഹാവ് ടു റിമെമ്പർ ദീസ് 3 കൺസെപ്റ്റ്. അറീനിയസ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കോൺജുഗേറ്റ് ആസിഡ് കോൺജുഗേറ്റ് ബേസ് കൺസെപ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഏത് കൺസെപ്റ്റ് ആണ്? ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസ് കൺസെപ്റ്റും കൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തതിന്റെ ശേഷം അടുത്ത ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കാം. വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്.
വാട്ടർ ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിനെ നമ്മൾ KW എന്നാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുക. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ KW. വാട്ടർ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിട്ട് മാറും? H+ പിന്നെ എന്തായിട്ട് മാറും? OH- ആയിട്ട് മാറും. KC നമ്മൾ എഴുതുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2O എന്നാണ് വരിക. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ KC ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ 1 ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതിനെയാണ് KW എന്ന് പറഞ്ഞ പേര് വിളിക്കുക. ദാറ്റ് ഈസ് ദ അയോണിക് പ്രൊഡക്റ്റ് of water അല്ലെങ്കിൽ ionization constant of water. That is concentration of H+ into concentration of ഏത് വരും? OH- എന്നുള്ള രീതിയിൽ വരും KW അല്ലെങ്കിൽ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അറ്റ് 298 കെൽവിൻ എന്ന് പറഞ്ഞ റൂം ടെമ്പറേച്ചറിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് OH- ഇസ് ഈക്വൽ ടു 10⁻⁻⁷ മോളാർ. ഫിക്സ്ഡ് വാല്യൂ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കോൺസെൻട്രേഷൻ ഓഫ് OH- എത്ര വരിക? 10⁻⁷ മോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ KW എന്ന് പറയുന്ന ടേം എങ്ങനെ വരിക? KW is equal to H+ into OH- ആണ്. H+ into OH- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁷ മോളാർ into 10⁻⁷ മോളാർ that is equal to 10⁻⁻14 മോളാർ സ്ക്വയർ എന്നുള്ളതായിരിക്കും KW വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. KW value 10⁻⁻14 molar square ആണ്. And one more thing you have to remember here, KW is depend on temperature. KW എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ തന്നിട്ടുള്ള KW വാല്യൂ അറ്റ് റൂം ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ട് 298 കെൽവിനിലാണ് ഇപ്പൊ തന്നിട്ടുള്ള KW വാല്യൂ തന്നിട്ടുള്ളത്. Now the KW value is given at room temperature. Room temperature ഉള്ള അതിന്റെ ഡെറിവേഷനിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോയത്. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്തു, അതിന്റെ KC എഴുതി. KC ഇൻറ്റു വാട്ടർ എന്നുള്ള KW അത് H+ ഇൻറ്റു OH- ആണ്. അതിന്റെ വാല്യൂ 10⁻⁷ ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁴ മോളാർ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തും. ദിസ് ഈസ് നോൺ ആസ് ദി അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അടുത്ത് പറയുന്നത് pH സ്കെയിലാണ്. pH സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ. ഇതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ. ദാറ്റ് ഈസ് pH ഇസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് H+നെയാണ് നമ്മൾ pH എന്ന് പറയുന്ന പേര് വിളിക്കുക. ഇതിന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേം ആണ് POH എന്ന് പറയുന്ന ടേം. ദാറ്റ് ഈസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് OH- നമ്മൾ POH എന്ന് പറഞ്ഞ പേര് വിളിക്കുക. എന്താണ് pH, എന്താണ് POH എന്ന് പറയുന്ന ടേം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നോക്കണം. pHന്റെ വാല്യൂ എന്താണ്, POH എന്താണെന്നുള്ള കൺസെപ്റ്റ് കൃത്യമായിട്ട് നോക്കണം. ഇവിടെ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ആണ് വരിക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഏരിയ. നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 മാർക്കിന്റെ പ്രോബ്ലം വൺ ഓഫ് ദി ഷുവർ ആണ്. നമ്മൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞ് നേരെ പ്രോബ്ലത്തിലോട്ട് എന്ത് ചെയ്യും? കയറും. pH എന്താണ്, POHന്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇവിടെ അടുത്തൊരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ pH സ്കെയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് 0 മിഡിൽ 7 അത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരുന്നുണ്ട്? 14 എന്ന് പറയുന്ന വാല്യൂലോട്ട് വരികയാണെങ്കിൽ ഈ തുടക്ക ഭാഗമായിട്ട് ഇതിന്റെ ഒരു ഏകദേശം മിഡിൽ 3.5 റീജിയൻ വരെ ഇതുവരെ എന്തായിരിക്കും? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് എ വീക്ക് ആസിഡ് ആയിരിക്കും pH ഈ ഒരു റേഞ്ചിൽ ഉണ്ടാവുക. ആൻഡ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആണ്. നമ്മൾ സാധാരണ വാട്ടറിന്റെ ഒക്കെ ന്യൂട്രൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10.5 റേഞ്ച് വരെ ഇതുവരെ ഒരു വീക്ക് ബേസും ആയിരിക്കും. അത് കഴിഞ്ഞ് എൻഡ് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? ഒരു സ്ട്രോങ് ബേസ് ആയിരിക്കും ഈ സൈഡിൽ ഉണ്ടായിരിക്കുക.
ഈ സൈഡിൽ ഉണ്ടായിരിക്കും ഒരു സ്ട്രോങ് ബേസ് ആയിരിക്കും എൻഡ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യുക ഫോം ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഓർമ്മിച്ച് വെക്കണം. അപ്പൊ പി എച്ച് സ്കെയില് 0-ന്റെയും 7 ഇടയിലുള്ള ഭാഗമാണ് ആസിഡ്, അത് കഴിഞ്ഞ് 7-ന്റെയും 40 ഇടയിലുള്ള ഭാഗം ബേസ് ആണ്. ഏകദേശം ഇതിന്റെ പകുതിയുടെ മുന്നേ വരെ എന്താണ് സ്ട്രോങ് ആണ്, അത് കഴിഞ്ഞിട്ട് വീക്ക്. 7 ആണ് ന്യൂട്രൽ, 7-ന്റെയും അതിന്റെ പകുതി 10.5 വരെയുള്ള ഭാഗം ഒരു വീക്ക് ബേസും, അതിന്റെ ശേഷം വരുന്ന ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുന്ന റേഞ്ചിലോട്ടായിരിക്കും നമ്മളെ വാല്യൂ എന്ത് ചെയ്യുക വരിക. അപ്പം നമ്മളെ ബ്ലഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിന്റെ പി എച്ച് വാല്യൂ അറൗണ്ട് വരുന്നത് എത്രയാണ്? 7.4 ആണ് വരുന്നത്. ബ്ലഡിന്റെ 7.4 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വീക്ക് ബേസിക് ആണ് എന്ന് പറയാൻ പറ്റും. ബ്ലഡ് ഈസ് വീക്ക് ബേസിക് എന്ന് പറയാൻ പറ്റും. അതേസമയം നമ്മളെ സലേവ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ when we are considering our saliva, പി എച്ചിന്റെ വാല്യൂ അറൗണ്ട് വരുന്നത് 6.4 ആണ്. 6.4 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റും? ഒരു വീക്ക് ആസിഡ് ആണ്. നമ്മളെ സലേവ വരുന്നത് ഒരു വീക്ക് ആസിഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. വാട്ടർ ആണ് സാധാരണ ന്യൂട്രൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. വാട്ടറിന്റെ വാല്യൂ ആണ് പി എച്ചിന്റെ വാല്യൂ 7 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മൾ ബ്ലഡ് ഒരു വീക്ക് ബേസ് ആയിരിക്കും, സലേവ ഒരു വീക്ക് ആസിഡ് ആയിരിക്കും എന്ന് ഓർമ്മിച്ച് വെക്കണം. അത് കഴിഞ്ഞാൽ ഈ പി എച്ചും പി ഒ എച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു KW is equal to concentration of H plus into concentration of OH minus is equal to 10 raised to minus 14 molar square at to room temperature, that is 298 Kelvin ആണെന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിവിടെ എഴുതുന്നുണ്ട് ടേക്കിംഗ് മൈനസ് ലോഗ്. ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് മൈനസ് ലോഗ് എടുക്കുകയാണെങ്കിൽ മൈനസ് ലോഗ് KW is equal to minus log concentration of H plus into concentration of OH minus is equal to minus log 10 raised to minus 14 എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ലോഗ് എ ഇൻറ്റു ലോഗ് ബി? ഈ ഒരു ഫോം വന്നിട്ടുള്ളത് ഇത് ഏത് മോഡലാണ് വന്നിട്ടുള്ളത്? ലോഗ് എ ഇൻറ്റു ബി. ലോഗ് എ ഇൻറ്റു ബി എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാ വരിക. ഇത് ഏത് മോഡലാണ് വന്നിട്ടുള്ളത്? ലോഗ് എ റൈസ് ടു ബി. ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻറ്റു ലോഗ് എ എന്നാണ് നമ്മൾ എഴുതുക. ബി ഇൻറ്റു ലോഗ് എ. അപ്പൊ ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ലോഗ് KW is equal to minus log KW is equal to minus log concentration of H plus plus minus log concentration of OH minus is equal to minus minus plus ആവും plus log 10 plus log plus ഇവിടെ എന്തായിരിക്കും plus 14 ആയിരിക്കും അല്ലേ. it will become this value will be changing. ഈ വാല്യൂ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും. അതിന്റെ വാല്യൂ കറക്റ്റ് വരുന്നത് ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. പ്ലസ് 14 ഇൻറ്റു ലോഗ് 10 എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. ലോഗ് 10ന്റെ വാല്യൂ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ലോഗ് 10ന്റെ വാല്യൂ ഇവിടെ എങ്ങനെ വന്നത് നോക്ക്. മൈനസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഇത് എങ്ങനെ വന്നതെന്നുള്ളത്. മൈനസ് 14 ഇൻറ്റു മൈനസ് ലോഗ് 10 എന്ന് വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ 14 ഇൻറ്റു ലോഗ് 10 എന്ന് വരും. 14 ഇൻറ്റു ലോഗ് 10 എന്ന് വരും. ലോഗ് 10ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എത്ര കിട്ടും? 14 എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. it will be a value of 14. മൈനസ് ലോഗ് KW എന്നുള്ളതിനെ PKW എന്ന് എഴുതാം. മൈനസ് ലോഗ് H പ്ലസ് എന്നുള്ളതിനെ PH എന്ന് എഴുതാം. പ്ലസ് മൈനസ് ലോഗ് OH മൈനസിനെ POH എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ടോട്ടലി കിട്ടിയത് എത്രയാണ്? 14 ആണ്. ഇതാണ് നമ്മുടെ PKW കാണാനുള്ള അല്ലെങ്കിൽ PH POH തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത്. PH പ്ലസ് POH ആണ് PKW. ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടി? 14 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തി. അതിന്റെ ഡെറിവേഷൻ ആണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, KW is equal to H plus into OH minus is equal to 10 raised to minus 14. Taking minus log on both the sides. എല്ലാ സൈഡ്സിലും നമ്മൾ മൈനസ് ലോഗ് എടുക്കുകയാണെങ്കിൽ മൈനസ് ലോഗ് KW is equal to minus log H plus into OH minus is equal to
മൈനസ് ലോഗ് 10⁻⁻14 അതിൻ്റെയൊക്കെ കൺവേർഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മൈനസ് ലോഗ് KW ഇത് മൈനസ് ലോഗ് H പ്ലസ് മൈനസ് ലോഗ് OH മൈനസ് എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു മൈനസ് മൈനസ് പ്ലസ് ആവുന്ന റീജിയൻ ഞാൻ പറഞ്ഞു 14 × log 10 എന്ന് കിട്ടും. മൈനസ് ലോഗ് H പ്ലസ് എന്ന് പറഞ്ഞാൽ PH, മൈനസ് ലോഗ് OH മൈനസ് എന്ന് പറഞ്ഞാൽ POH. സോ PKW ഇസ് ഈക്വൽ ടു PH പ്ലസ് POH ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 14 എന്ന് പറയുന്ന വാല്യൂലോട്ട് കിട്ടി. സോ PH പ്ലസ് POH ഇസ് ഈക്വൽ ടു 14. ഇപ്പൊ ഇവിടെ നോക്ക്, PH പ്ലസ് POH ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 14 കിട്ടിക്കഴിഞ്ഞാൽ ഇനി POH കണ്ടുപിടിക്കണമെങ്കിൽ 14 മൈനസ് എന്ത് ചെയ്താൽ മതി? PH എന്ന് പറയുന്ന വാല്യൂ ചെയ്താൽ മതിയില്ലേ? അപ്പൊ പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇത് ഡെറിവേഷൻ ഒന്നും ചോദിക്കൂല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ആയിരിക്കും വരിക. അപ്പം PH എന്നുള്ളതിന് ജനറലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോബ്ലം അത് വൺ ഓഫ് ദി ഷുവർ പ്രോബ്ലം ആയിരിക്കും PHുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ റിലേഷനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും എന്ത് ചെയ്യുക? ചോദിക്കുക. അടുത്ത പറയുന്ന കൺസെപ്റ്റ് എന്താ നോക്കിയേ, അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ആണ് പറയുന്നത്. അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് എന്നുള്ളതിനെ നമ്മൾ KA എന്നാണ് എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് എന്നുള്ളതിനെ KA എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു വീക്ക് ആസിഡ് HX ഞാൻ വാട്ടറിലിട്ടു, അപ്പൊ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറി? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു, ഇവിടെ നിന്ന് ഒരു ആസിഡ് ആണ്, ആസിഡിൽ നിന്ന് ഒരു H+ ഇങ്ങോട്ട് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് X- പ്ലസ് H3O പ്ലസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി. X മൈനസ് പ്ലസ് H3O പ്ലസ്. ഇതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഫൈനൽ കോൺസെൻട്രേഷനും ഒക്കെ ഞാൻ ഇവിടെ എഴുതുകയാണ്, ശ്രദ്ധിക്കാം. ഇതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് എഴുതുന്നത്. ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ എന്താ വരുന്നത്? C ആണ്. വാട്ടറിന്റെ 1 ആക്കിയാൽ കൺസിഡർ ചെയ്യുക, അത് 0, ഇത് 0 ആണ്. ഇതിന്റെ ഫൈനൽ കോൺസെൻട്രേഷൻ C മൈനസ് C ആൽഫ ആണ്. ഒരു മോളിനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? C ആൽഫ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു മോളിന് എന്താ ഉണ്ടാവുക? C ആൽഫ ആയിരിക്കും. ഇവിടെ എന്താ ഉണ്ടാവുക? C ആൽഫ എന്നാ ഉണ്ടാവുക. ഒരു മോളിനാണ് ഇവിടെ മൈനസ് C ആൽഫ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു മോളിന് C ആൽഫ, ഇവിടെ ഒരു മോളിൽ എന്താ ഉണ്ടാവുക? C ആൽഫ എന്ന് തന്നെ ഉണ്ടാവുക. അപ്പൊ KA എന്ന് പറയുന്ന ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? കോൺസെൻട്രേഷൻ ഓഫ് X മൈനസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HX ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എന്നാണ് വരിക. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഈസ് ഓൾവേസ് ടേക്കിംഗ് ആസ് യൂണിറ്റി. സോ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. X മൈനസിന്റെ വാല്യൂ ഇവിടെ നോക്കുക, C ആൽഫ ഇൻറ്റു C ആൽഫ ഡിവൈഡഡ് ബൈ ഇവിടെ ഉള്ള വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C മൈനസ് C ആൽഫ എന്ന് പറഞ്ഞ വാല്യൂ വരും. സോ നമുക്ക് KAന്റെ വാല്യൂ C ആൽഫ ഇൻറ്റു ഡിവൈഡഡ് ബൈ C ആൽഫ ഇൻറ്റു C ആൽഫ ഡിവൈഡഡ് ബൈ C മൈനസ് C ആൽഫ എന്ന് വരും. സോ KA is equal to C alpha into C alpha divided by C-നെ കോമൺ ആക്കി പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് ആൽഫ എന്ന് വരും. C-യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ KA is equal to C alpha square divided by 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്തു? ഫോം ചെയ്തു. സോ ഇവിടെ 1 മൈനസ് ആൽഫ ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. നെഗ്ലിജിബിളി സ്മോൾ ആക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ KA എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറും? C ആൽഫ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. KA is equal to C ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. KA is equal to C ആൽഫ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ KA is equal to, ഇപ്പൊ ഇവിടെ കിട്ടിയ കാര്യം ശ്രദ്ധിക്കുക, KA is equal to C ആൽഫ സ്ക്വയർ എന്ന് കിട്ടി. അപ്പം PKA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. PKA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് KA എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുക? PKA എന്ന് പറയുന്ന വാല്യൂ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ KAന്റെ വാല്യൂ കൂടിയാൽ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യും? അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. KAന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടും. അപ്പൊ PKAന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. KAന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടും. അപ്പൊ PKAന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണെങ്കിൽ KAന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയും.
അസിഡിക് ക്യാരക്ടർ കുറയും. അസിഡിക് ക്യാരക്ടർ കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പി കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് കെ എനെയാണ് പി കെ എ എന്ന് പറയുന്ന പേര് വിളിക്കുക. മൈനസ് ലോഗ് കെ എ ആണ്. അപ്പൊ ഇവിടെ കെ എ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് കൂടുന്നത്. അപ്പൊ പി കെന്റെ വാല്യൂ ആക്ച്വലി എന്ത് ചെയ്യാണ്? കുറയാണ്. അപ്പൊ കെ എ കൂടി എന്ന് പറഞ്ഞാൽ പി കെ എ കുറയാണ്, അപ്പോഴാണ് അസിഡിക് ക്യാരക്ടർ കൂടുക. കെ എ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ എ കൂടുകയാണ്, അപ്പോഴാണ് അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യുക? കുറയുക. കെ എന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അസിഡിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. പി കെന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അസിഡിക് ക്യാരക്ടർ കുറവായിരിക്കും. വെരി ഇമ്പോർട്ടന്റ് ആണ്. കൺസെപ്റ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കണം. എങ്ങനെയാണ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഫൈനലി സോൾവ് ചെയ്തത് കെ എ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ പറയാൻ പറ്റും. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ എന്ന് പറഞ്ഞ ടേം നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്ന പേര് വിളിക്കുക. അപ്പം ഇവിടെ നമ്മൾ ഈ കെയുടെ കൺസെപ്റ്റോടെ ഒരു കാര്യം കൂടിയും പറയാം. കെ എ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ആണെങ്കിൽ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എ ഡിവൈഡഡ് ബൈ സി ആണ്. ദെർഫോർ ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എ ഡിവൈഡഡ് ബൈ സി എന്നുള്ള വാല്യൂ വരും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേം മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതാണ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് കെ എനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ് ആണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ ഇവിടെ നോക്ക്, MOH എന്ന് പറയുന്ന വീക്ക് ബേസിനെ ഞാൻ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, ഇഫ് ഐ ആം പുട്ടിങ് ഇൻ വാട്ടർ, നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്തായിട്ട് മാറും? M പ്ലസ് ആയിട്ട് മാറും, പ്ലസ് എന്തായിട്ട് മാറും? OH മൈനസ് ആയിട്ട് മാറും. ഇവിടെ അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ് നമ്മൾ KB എന്ന് റെപ്രസെന്റ് ചെയ്യും. KB is equal to concentration of M plus into concentration of OH minus divided by concentration of MOH into concentration of H2O എന്നാണ് വരിക. ഈ H2Oന്റെ വാല്യൂ 1 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. H2Oന്റെ വാല്യൂ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു കാര്യം കൂടി നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇവിടെ ഇത് ഇനീഷ്യലി ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സി ആണ്. ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഹിയർ? 0. ഇവിടെയും 0 വരും. ഇവിടെ സി മൈനസ് സി ആൽഫ, ഒരു മോളിന് സി ആൽഫ ആണെങ്കിൽ ഇവിടെ ഒരു മോളിന് സി ആൽഫ, ഇവിടെ ഒരു മോളിന് സി ആൽഫ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി ആൽഫ ഇൻറ്റു സി ആൽഫ ഡിവൈഡഡ് ബൈ സി മൈനസ് സി ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു സി ആൽഫ ഇൻറ്റു സി ആൽഫ ഡിവൈഡഡ് by c into 1 minus alpha. c കട്ട് ചെയ്ത് പോയി. that is equal to c alpha square divided by 1 minus alpha. ഇതായിരിക്കും നമ്മുടെ kb യുടെ വാല്യൂ. kb യുടെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. 1 minus alpha നെഗ്ലിജിബിളി സ്മോൾ ആണ്. അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. therefore kb is equal to എന്ത് വരും? c alpha square എന്ന് പറയുന്ന ഫൈനൽ ഇക്വേഷനിലോട്ട് ഫോം ചെയ്യാൻ പറ്റും. kb യുടെ ഇക്വേഷനും സി ആൽഫ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാൻ പറ്റും. KB is equal to C alpha square ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും KB is equal to C alpha square ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയത് KB is equal to C alpha square ഫോം ചെയ്ത് കഴിഞ്ഞാൽ PKB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് KB എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. So KB യുടെ വാല്യൂ കൂടിയാൽ we can say basic strength കൂടി. നേരത്തെ acidic strength പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് basic strength പറയാൻ പറ്റും. basic strength കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PKB യുടെ വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു. KB യുടെ വാല്യൂ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ നെഗറ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PKB യുടെ വാല്യൂ എന്ത് ചെയ്യാണ്? കുറയാണ്. അതേസമയം KB യുടെ വാല്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന ടേം, ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറഞ്ഞു. ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞു, KB യുടെ വാല്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ PKB യുടെ വാല്യൂ കൂടുകയാണ്. സോ PKB ഈസ് ഇൻക്രീസിങ്. അതിന്റെ PKB യുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്ന കൺസെപ്റ്റും നിർബന്ധമായിട്ട് ഓർമ്മിച്ചു വെക്കണം.
അപ്പോൾ നമ്മൾ ഇവിടെ നോക്ക്, നമ്മൾ നേരത്തെ ആസിഡിന്റെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്തു കൺസെപ്റ്റ് തന്നെയാണ് ആക്ച്വലി എവിടെയും വരുന്നത്, ബേസിന്റെ കേസിൽ വരുന്ന ഫൈനൽ ഇക്വേഷൻ. അത് ലാസ്റ്റ് കിട്ടിയ എന്താ, നേരത്തെ അവിടെ കിട്ടിയത് KA = C alpha square ആണെങ്കിൽ ഇവിടെ KB = C alpha square കിട്ടി. KB = C alpha square ആണെങ്കിൽ നോക്കിക്കോ, KB = C alpha square ആണെങ്കിൽ alpha square = KB divided by C. Therefore alpha = √KB divided by C എന്ന് പറയുന്ന ഫൈനൽ ഫോർമുലയിലോട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. പറഞ്ഞ കൺസെപ്റ്റ് കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ വന്നത് ഏത് റൂട്ടിലൂടെയാണ് വന്നത് നോക്ക്. നമ്മൾ ആദ്യം ഈ PH ഉം POH തമ്മിലുള്ള റിലേഷൻ ആണ് ഡിറൈവ് ചെയ്തത്. അത് ഡിറൈവ് ചെയ്തതിന്റെ ശേഷം നെക്സ്റ്റ് പറഞ്ഞത് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്. വീക്ക് ആസിഡിൽ ഞാൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, KA = നമുക്ക് C alpha square കിട്ടി. PKA എന്താന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ KA കൂടിക്കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടി, അപ്പൊ PKA കുറയണം. KA കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കുറഞ്ഞു, അപ്പൊ PKA എന്ത് ചെയ്യണം, കൂടണം. KA = C alpha square ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീക്ക് ബേസിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ KB = C alpha square എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തി. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതി PKB എന്ന് പറഞ്ഞാൽ -log ആണ്. KB-യുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ബേസിക് സ്ട്രെങ്ത് കൂടി, അപ്പൊ PKB-യുടെ വാല്യൂ എന്ത് ചെയ്യണം, കുറയണം. KB-യുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സ്ട്രെങ്ത് കുറഞ്ഞു, അപ്പൊ PKB-യുടെ വാല്യൂ എന്ത് ചെയ്യണം, കൂടണം എന്നുള്ള കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും എങ്ങനെയാണ് ആൽഫ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത സബ് ഹെഡിങ് എന്താ എഴുതിയിട്ടുള്ളത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KA KB ആൻഡ് KWന്റെ റിലേഷൻഷിപ്പ് എന്താ. ഇവിടെ നോക്ക്, KA × KB = KW = 10⁻⁻14. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. KA × KB = എന്ത് കിട്ടും, KW = 10⁻⁻14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതുന്നുണ്ട് ടേക്കിംഗ് മൈനസ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ -log KA × KB -log KW -log 10⁻⁻14 എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. -log A × B that is equal to -log KA plus -log KB is equal to -log KW is equal to -14 into -log 10 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യും, ഇത് വരും. -log KA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PKA plus PKB is equal to PKW is equal to the minus into minus plus 14 എന്ന് പറയുന്ന വാല്യൂലോട്ട് ഇത് എന്ത് ചെയ്യും വരും. PKA plus PKB is equal to PKW is equal to 14 എന്ന് പറയുന്ന ഡെറിവേഷനിലോട്ട് നമ്മൾ എത്തി. ഇപ്പൊ KA KB KW തമ്മിലുള്ള റിലേഷൻഷിപ്പും പറഞ്ഞു. KA KB KW തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളിവിടെ പറഞ്ഞു. ഇവിടെ മുതൽ ആ കുറെ റിലേഷൻഷിപ്പായി വരുന്നു. ആ റിലേഷൻഷിപ്പ് കൊണ്ടേ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ആദ്യം KW എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. KWയുടെ വാല്യൂ 10⁻⁻14 കിട്ടി. അത് കഴിഞ്ഞ PH ഉം POH എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ബ്ലഡിന്റെയും സലൈവിന്റെ കേസൊക്കെ പറഞ്ഞിട്ട് ഈ PH ഉം POH തമ്മിലുള്ള റിലേഷൻ KWന്റെ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ അവിടെ KW = PH + POH = 14 എന്നുള്ളത് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് KAന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് KBയുടെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. KBയും കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് KA KB KW തമ്മിലുള്ള റിലേഷൻഷിപ്പും അതിന്റെ ഡെറിവേഷനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കൺസെപ്റ്റ് എന്താണ്, ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ആൻഡ് PH ഓഫ് ദിയർ സൊല്യൂഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാൾട്ട് തരികയാണെങ്കിൽ അതിന്റെ PH കാര്യങ്ങൾ എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റ് കൺസെപ്റ്റ് വരുന്നത് ഹൈഡ്രോളിസിസ് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിൽ എന്ത് ചെയ്യാണ്, ഹൈഡ്രോളൈസ് ചെയ്യാണ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. ഇപ്പൊ സ്ട്രോങ് ബേസും വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ CH3COONA ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നത്, CH3COOH എന്നും ഉണ്ടാകും. പ്ലസ് പിന്നെ എവിടെ നിന്നാ ഉണ്ടാവുക, NaOH എന്നാ ഉണ്ടാവുക. NaOH ഇനി എന്തില്ല, നോ ഹൈഡ്രോളൈസിസ്.
സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്കും എന്തില്ല, ഹൈഡ്രോളൈസിസ് ഇല്ല. ഈ വീക്ക് ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രോളൈസിസ്, അയാൾ ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും. സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോളൈസിസ് ഇല്ല, നോ ഹൈഡ്രോളൈസിസ് ബട്ട് അയോണൈസേഷൻ. ഹൈഡ്രോളൈസിസ് ഇല്ല, പക്ഷെ എന്തുണ്ട്, അയോണൈസേഷൻ ഉണ്ട്, അയോൺ ആയിട്ട് മാറാൻ പറ്റും. ഹൈഡ്രോളൈസിസ് ഇല്ല എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് അയോണൈസേഷൻ സംഭവിക്കാൻ പറ്റും, ഇയാൾക്കായിരിക്കും ഹൈഡ്രോളൈസിസ് ഉണ്ടാവുക. അപ്പൊ ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു CH3COONA എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പി എച്ച് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് അതിന്റെ pH ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ഇതിന്റെ pH കാണാനുള്ള ഇക്വേഷന് that is equal to 7 plus half pKa plus എന്താ വരിക, log C എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. 7 plus half pKa plus 7 plus half pKa plus log C. ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോ. 7 plus half pKa plus log C ഏതാണെങ്കിൽ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ആണെങ്കിൽ, വീക്ക് ആസിഡ് ആണെങ്കിൽ pKa പ്ലസ് ലോഗ് സി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് പറയുന്ന കേസ് ശ്രദ്ധിക്കുക, ഹൈഡ്രോലൈസിസ് ഓഫ് വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്. Hydrolysis of weak base and strong acid. Weak base ഉണ്ട്, strong acid ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NH4Cl ഏതാണ്ടാവുക, NH4OH ഉണ്ട്, പിന്നെ എന്തുണ്ട്, NH4OH ഉണ്ട്, പിന്നെ എന്തുണ്ട്, HCl ഉണ്ട്. HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്, അതിന് നോ ഹൈഡ്രോലൈസിസ്, അതിന് ഹൈഡ്രോലൈസിസ് ഇല്ല, ബട്ട് അവിടെ എന്തുണ്ട്, അയോണൈസേഷൻ ഉണ്ട്. ഇയാൾക്ക് എന്തുണ്ട്, ഹൈഡ്രോലൈസിസ് ഉണ്ട്, ദേ ഹാവ് ഹൈഡ്രോലൈസിസ്. NH4OH അവിടെ ഹൈഡ്രോലൈസിസ് ഉണ്ട്. സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ pH ന്റെ വാല്യൂ ലെസ് ദാൻ 7 ആയിരിക്കും. pH ന്റെ വാല്യൂ ലെസ് ദാൻ 7 ആയിരിക്കും വാല്യൂ വരിക. സോ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH is equal to 7 minus half pKb plus log C എന്ന് പറയുന്ന വാല്യൂയിലോട്ടായിരിക്കും വരിക. 7 minus half pKb plus log C. ആദ്യത്തെ വാല്യൂ 7 plus half pKa plus log C. ഇവിടെ പറയുന്ന വാല്യൂ 7 minus half pKb plus log C. ഇതിപ്പോ ഏതാണ്, വീക്ക് ബേസും പിന്നെ ഏതാ വന്നിട്ടുള്ളത്, സ്ട്രോങ് ആസിഡ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, മൂന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈഡ്രോലൈസിസ് of weak acid and weak base. Weak acidum weak baseum വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റുക? We can do this equation, that is pH is equal to 7 plus half pKa minus pKb എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇക്വേഷൻ ടു ഫൈൻഡ് ദി pH ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസും. വീക്ക് ആസിഡും വീക്ക് ബേസും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരിക. അതേസമയം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്ട്രോങ് ബേസ് വന്നു കഴിഞ്ഞാൽ 7 plus half pKa plus log C. അതേമാതിരി സ്ട്രോങ് ആസിഡ് വന്നു കഴിഞ്ഞാൽ 7 minus half pKb plus എന്ത് വരണം, ലോഗ് സി എന്ന് പറയുന്ന ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ അയൺ എഫക്റ്റ് ആണ്. വി ആർ ഗോയിങ് ഡിസ്കസിങ് ഹിയർ അബൌട്ട് കോമൺ അയൺ എഫക്റ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ അയൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് കോമൺ അയൺ എഫക്റ്റിന്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്? കോമൺ അയൺ എഫക്റ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ആസ് പെർ ഇവിടെ എന്താ നമുക്ക് കൊടുത്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ ഡിസോസിയേഷൻ ഓഫ്, അല്ലെങ്കിൽ it is the suppression of dissociation of weak electrolyte by addition of strong electrolyte containing common ion എന്നുള്ള രീതിയിൽ നമുക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ കൺസെപ്റ്റ് എന്നുള്ള രീതിയിലോട്ട് നമുക്ക് പോവാം. അപ്പൊ ഫോർ എക്സാമ്പിൾ CH3COOH എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ് ആണ്. ദിസ് ഇസ് എ വീക്ക് ആസിഡ്. ഇത് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറും? CH3COO- ആയിട്ട് മാറും, പ്ലസ് എന്തായിട്ട് മാറും? H+ ആയിട്ട് മാറും.
പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്ത് CH3CO മൈനസും പ്ലസ് എന്തായിട്ട് മാറും, H+ ആയിട്ട് മാറും. സോ ഇതിലോട്ട് നമ്മൾ എന്തിനാ ആഡ് ചെയ്തു, CH3COONA എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എന്ത് ഇതിൽ പ്രസന്റ് ആണ്, കോമൺ ആയിട്ട് ഇതിൽ CH3COO മൈനസ് എന്ന് പറയുന്ന അയോൺ ഉണ്ട്. സോ ഇയാളുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ അക്കോർഡിംഗ് ടു ലേഷാർട്ട്ലിയ പ്രിൻസിപ്പൽ റിയാക്ഷൻ ബാക്കിലോട്ട് സംഭവിക്കും. ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഇല്ലാതെയാവും. ദാറ്റ് മീൻസ് എൻ്റെ കയ്യിലുള്ള ഒരു വീക്ക് ആസിഡ് ഉണ്ട്, ഈ വീക്ക് ആസിഡ് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒരു CH3COO മൈനസും H+ ആയിട്ട് മാറും. അപ്പൊ ഇതിലോട്ട് ഒരു നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യാണ് കണ്ടെയ്നിങ് എ കോമൺ അയൺ. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ ആരുണ്ട്, CH3COO എന്ന് പറയുന്ന അയൺ പ്രസന്റ് ആണ്. ആ അയണിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ പിന്നെ ബാക്കിലോട്ടേ സംഭവിക്കുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്യുന്നത്, ഡിസോസിയേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഇല്ലാതെയാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ അയൺ എഫക്റ്റ് എന്ന് പറഞ്ഞ പേര് വിളിക്കാം. വേറൊരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോമൺ അയൺ എഫക്റ്റിന്റെ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, യു ആർ ഗിവൺ ബൈ NH4OH എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. NH4OH ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറും, NH4+ ആയിട്ട് മാറും, പ്ലസ് എന്തും കൂടി ആയിട്ട് മാറുന്നുണ്ട്, OH- ആയിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നുണ്ട്. So if you add some NH4Cl to this compound, ഇതിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നത് NH4Cl ആണെങ്കിൽ ആരുടെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നത്, NH4+ എന്ന് പറയുന്ന അയണിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ലേഷാർട്ട്ലിയ പ്രിൻസിപ്പിൾ പ്രകാരം ആരുടെയാണോ കോൺസെൻട്രേഷൻ കൂടിയത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് റിയാക്ഷൻ നടക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഡിസോസിയേഷൻ എന്ത് ചെയ്യും, കുറയും. ആ ഡിസോസിയേഷൻ കുറയുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്ന പേര് വിളിക്കുക. That's known as common ion effect. കോമൺ അയൺ എഫക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ബഫർ സൊല്യൂഷൻ. എന്താണ് ബഫർ സൊല്യൂഷൻ, എന്താണ് ബഫർ സൊല്യൂഷന്റെ കൺസെപ്റ്റ്, ഇത് കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ് us ഗോ ഫോർ ദിസ് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷനിലോട്ട് നമുക്ക് പോവാം. ഓരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് നോക്കാം. സാറേ ഒന്ന് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the solution which resist the change in pH ചേഞ്ച് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ പേര് വിളിക്കാം. The solution which resists the change in pH ചേഞ്ച് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ, അതാണ് ബഫർ സൊല്യൂഷൻ. സോ ബഫർ സൊല്യൂഷന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു കീപ് ദ pH കോൺസ്റ്റന്റ്, pH കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ആരുടെ പരിപാടി, ബഫറിന്റെ പരിപാടി. ആൻഡ് ദിസ് വിൽ ബി ദി വൺ ഓഫ് ദി ഷുവർ ക്വസ്റ്റ്യൻ ഫോർ 2 to 3 മാർക്സ്, മിനിമം 2 മാർക്സ് എങ്കിലും ചോദിക്കും. വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ, വാട്ട് ഈസ് അസിഡിക് ബഫർ, വാട്ട് ഈസ് ബേസിക് ബഫർ, വാട്ട് ഈസ് ഹെൻഡേഴ്സൺ-ഹേസൽബാൾച്ച് ഇക്വേഷൻ എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഒരു സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH എന്നുള്ളതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ബഫർ ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് അസിഡിക് ബഫർ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇറ്റ് ഈസ് എ അസിഡിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആസിഡ് പ്ലസ് സാൾട്ട് ഓഫ് ഇറ്റ്സ് സ്ട്രോങ് ബേസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീക്ക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ CH3COOH ഇതൊരു വീക്ക് ആസിഡ് ആണ്. സാൾട്ട് ഓഫ് ഇറ്റ് സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3COONA എന്ന് പറയുന്നത് NaOH ഒരു ബേസിൽ നിന്നുണ്ടാകുന്ന സാൾട്ട് ആണ്. This is keeping the pH around 4.75. ഇത് എപ്പോഴും pH ഒരു 4.75 റേഞ്ചിലോട്ട് എന്ത് ചെയ്യും, എത്തിക്കും. ആ ഒരു pH കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. This is what is mean by acidic buffer. It is a combination of weak acid and salt of a strong base. ഒരു വീക്ക് ആസിഡും സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസും കൂടി ചേർന്നതാണ് അസിഡിക് ബഫർ. എക്സാമ്പിൾ ഓർമ്മിച്ച് വെക്കണം. അസറ്റിക് ആസിഡ് പ്ലസ് സോഡിയം അസറ്റേറ്റ്, pHന്റെ വാല്യൂ അറൌണ്ട് 4.75 ആണ് വരുന്നതെന്ന് ഓർമ്മിച്ച് വെക്കണം. ഇനി നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബേസിക് ബഫർ എന്താണെന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് മീൻ ബൈ ബേസിക് ബഫർ, എന്താണ് ബേസിക് ബഫർ എന്നുള്ള കൺസെപ്റ്റും കൂടി അറിഞ്ഞിരിക്കണം. ബേസിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ബേസ്
weak base plus പിന്നെന്താ ഉണ്ടാകുന്നത് salt of strong acid. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക, ബേസിക് ബഫർ എന്ന് പറഞ്ഞ പേര് വിളിക്കുക. വീക്ക് ബേസ് പ്ലസ് സാൾട്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ്. എക്സാമ്പിൾ വീക്ക് ബേസ് NH4OH പ്ലസ് NH4Cl കീപ്പിംഗ് ദി pH അറൗണ്ട് 9.25 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് അതിന്റെ pH എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ ആരെ കൊണ്ട് പറ്റും, ബേസിക് ബഫറിനെ കൊണ്ട് പറ്റും. അപ്പൊ ഞാൻ എന്താണ് അസിഡിക് ബഫർ, എന്താണ് ബേസിക് ബഫർ എന്താണെന്ന് പറഞ്ഞു, എന്താണ് ബഫർ എന്ന് പറഞ്ഞു. ബഫർ മീൻസ് എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഈസ് നോൺ ആസ് ബഫർ. രണ്ട് തരത്തിലുള്ള ബഫർ ഉണ്ട്, അസിഡിക് ബഫർ, ബേസിക് ബഫർ. അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആസിഡ് പ്ലസ് സാൾട്ട് ഓഫ് ഇറ്റ് സ്ട്രോങ് ബേസും, ബേസിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ബേസും സാൾട്ട് ഓഫ് ഇറ്റ് സ്ട്രോങ് ആസിഡ് ആണ് വരുന്നത്. ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഓഫ് ബഫർ ഏതൊക്കെയാണ്? ബഫറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ, അസിഡിക് ബഫറിന്റെ ഇക്വേഷൻ. നമ്മളിപ്പോ ജനറലി ബഫറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏതാണ്? നമ്മൾ ആ ഇക്വേഷൻസിനെ ഹെൻഡേഴ്സൺ-ഹെയ്സൽബാൾച്ച് ഇക്വേഷൻ എന്നാണ് പേര് വിളിക്കുക. ബഫറിന്റെ ജനറലി ഫോം ചെയ്യുന്ന ഇക്വേഷനെ നമ്മൾ ഹെൻഡേഴ്സൺ-ഹെയ്സൽബാൾച്ച് ഇക്വേഷൻ എന്നാണ് നമ്മൾ പേര് വിളിക്കുക, ഹെൻഡേഴ്സൺ-ഹെയ്സൽബാൾച്ച് ഇക്വേഷൻ. സോ അസിഡിക് ബഫർ ആണെങ്കിൽ, നമ്മൾ ഇക്വേഷൻ വരുന്ന ഫോർമുല നിങ്ങൾ ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് pH is equal to pKa plus log concentration of salt divided by concentration of acid. ഇതാണ് അസിഡിക് ബഫറിന്റെ ഇക്വേഷൻ വരുന്നത്. അതേസമയം ബേസിക് ബഫറിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യാന്ന് അറിഞ്ഞിരിക്കണം. ബേസിക് ബഫറിൽ POH ആണ്. POH is equal to pKb plus log concentration of salt divided by concentration of base എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വെക്കണം. ബഫറിൽ നിന്ന് ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ എന്താണ് ബഫർ എന്നോ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ബഫർ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം വരിക. എന്തായാലും ദ ക്വസ്റ്റ്യൻ വിൽ ബി ഷുവർ ഫ്രം ദി ബഫർ. ബഫറിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് 99.9% ചാൻസ് വളരെ കൂടുതലാണ്. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ? ബഫറിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSP യെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇപ്പൊ എന്റെ കയ്യിൽ ഫോർ എക്സാമ്പിൾ ഞാൻ KSP യെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ എഴുതുന്നുണ്ട്, കൺസിഡർ സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് ഞാൻ കൺസിഡർ ചെയ്തു. സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് ആണ് ഞാനിവിടെ കൺസിഡർ ചെയ്തത്. സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട്, സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് ആയിട്ടുള്ള BaSO4 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Ba2+ aqueous എന്ന് പറയുന്ന ടേമും SO4 2- aqueous എന്ന് പറയുന്ന ഒരു ടേമുമായിട്ട് എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. Ba2+ aqueous ഉണ്ടായിരിക്കും, SO4 2- aqueous ഉണ്ടായിരിക്കും. ഇത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. Kcയുടെ വാല്യൂ എഴുതുന്നത് കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് BaSO4 എന്ന് പറയുന്ന രീതിയിലായിരിക്കും. ഈ BaSO4നെ ഇങ്ങോട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ Kc ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് BaSO4 is equal to concentration of Ba2+ into concentration of SO4 2-. Is that right? ഇതിനെ വിളിക്കുന്ന പേരാണ് KSP, that is solubility product. KSP is equal to concentration of Ba2+ into concentration of എന്താ വരിക, SO4 2-നെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക, KSP എന്ന് പറയുന്ന പേര് വിളിക്കുക. അപ്പൊ ഈ KSP ഇപ്പൊ ഇവിടെ നോക്ക്, നമുക്കിപ്പോ KSP കിട്ടിയ വാല്യൂ കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2- എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇതിന്റെ സൊല്യൂബിലിറ്റിയുടെ ടേം ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ
ഇത് എസ് ഇൻറ്റു എസ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. സോ ഇവിടെ നമുക്ക് കെ എസ് പി എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, എസ് സ്ക്വയർ എന്ന് പറയുന്ന ടേം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, സൊല്യൂബിലിറ്റിയെ കുറിച്ച് റെപ്രസെന്റ് ചെയ്യാനുള്ളതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എസ് എന്ന് പറഞ്ഞ ടേം സൊല്യൂബിലിറ്റിയാണ്. ഇങ്ങനെ ഏത് കോമ്പൗണ്ട് നമുക്ക് ഇവിടെ ചെയ്യാം. നമുക്ക് സൊല്യൂബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ജനറൽ ഫോർമുല പറയുന്നതിന്റെ മുന്നേ ഇപ്പം നിങ്ങളോട് SnS2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്, ഇതിന്റെ KSP ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡിസോസിയേറ്റ് ഇറ്റ്. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ സൾഫറിന്റെ മേലെ -2 ആണ് ചാർജ്, അങ്ങനെയാണെങ്കിൽ SNന്റെ മേലെ +4 ആണ് ചാർജ്. സോ ഇറ്റ് ബിക്കം SN4 പ്ലസ് 2S2- ആയിട്ട് മാറി. KSP എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റുക, ഈ അയേൺ നമുക്ക് ഇങ്ങനെ എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് SN4+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2- അതിനെന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. കോൺസെൻട്രേഷൻ ഓഫ് SN4+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2- സ്ക്വയർ. ശരിക്കും ഇവിടെ എന്താ, നമ്മൾ KC കാണുന്ന സമയത്ത് നമ്മൾ ശരിക്ക് ഇത് KC ആണ് കാണുന്നതെങ്കിൽ, ഇവിടെ ശരിക്കും നമ്മൾ KC ആണ് കാണുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ എന്തുണ്ടായിരിക്കും, കോൺസെൻട്രേഷൻ ഓഫ് SnS2 എന്നുണ്ടായിരിക്കും. ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് KSP, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് SN4+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2- എന്തുണ്ട്, സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് KSP കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിനെ നമുക്ക് KSP ഈസ് ഈക്വൽ ടു ദി S ഇൻറ്റു S² എന്നുള്ള രീതിയിൽ കൊടുക്കാം. ദാറ്റ് ഈസ് KSP ഈസ് ഈക്വൽ ടു ഇവിടെ എന്തായിട്ട് മാറും, S³ എന്നുള്ള രീതിയിലോട്ട് എന്ത് ചെയ്യും വരും. എസ് എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി ആണ്. അപ്പൊ ഇത് ചെയ്യാൻ ജനറലി ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. AXBY എന്ന് പറയുന്ന മോളിക്യൂളിന്റെ KSP കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ X⁻x ഇൻറ്റു Y⁻y ഇൻറ്റു S⁻x+y എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പം A1B2 എന്നുള്ള ഫോമിലാണെങ്കിൽ KSP കാണാനുള്ള ഇക്വേഷൻ 1⁻1 ഇൻറ്റു 2⁻2 ഇൻറ്റു S⁻1+2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 4s³ എന്ന് പറഞ്ഞ വാല്യൂലോട്ട് എത്തി. ഇനി വേണ്ട, എൻ്റെ കയ്യിൽ AlCl3 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. ALന്റെ ഇവിടെ 1, ഇവിടെ 3. അപ്പൊ KSP എങ്ങനെയാ കണ്ടുപിടിക്കുക, പറ. 1⁻1 ഇൻറ്റു 3⁻3 ഇൻറ്റു S⁻1+3 ഇങ്ങനെ വരും. 3⁻3 എന്ന് പറയുമ്പോൾ 3 × 3 9, 9 × 3 27, ദാറ്റ് ഈസ് 27 S⁻4 എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. ഇങ്ങനെ ഏത് കോമ്പൗണ്ടിന്റെയും KSP ഞാൻ പറയുന്ന ഈ സിമ്പിൾ ട്രിക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ അടുത്തത് CaSO4. CaSO4 എന്ന് പറഞ്ഞാൽ Caന്റെ ഇവിടെ 1, SO4ന്റെ ഇവിടെ 1. SO4ന്റെ ഇവിടെ കൊണ്ടേക്കാണ്ട് 4 ഇട്ട് കൊടുക്കരുത്. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോമ്പൗണ്ട് 1, ആ 1 കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ KSPയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് 1⁻1 ഇൻറ്റു 1⁻1 ഇൻറ്റു S⁻1+1 ദാറ്റ് ഈസ് ഈക്വൽ ടു S² എന്ന് പറയുന്ന വാല്യൂലോട്ട് അത് എന്ത് ചെയ്യും വരും, S² എന്ന് പറഞ്ഞ വാല്യൂലോട്ട് വരും. ഇങ്ങനെ ഈസി ആയിട്ട് KSP കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടേമും കൂടി നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. KSP എന്ന് പറയുന്ന ടേം കൂടി ആൻഡ് QSP കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ സംഭവിക്കും. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സൊല്യൂബിലിറ്റി കൂടും, ഡിസൊല്യൂഷൻ കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സൊല്യൂബിൾ ആവും. അതേസമയം KSPയുടെ വാല്യൂ കുറവും QSPയുടെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, പ്രസിപ്പിറ്റേഷൻ എന്ത് ചെയ്യും, കൂടും. എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി കുറയും, എന്നാൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, താഴെ വന്ന് അടിഞ്ഞു കിടക്കും. KSP is equal to QSP ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, KSP is equal to QSP ആണെങ്കിൽ അത് എന്തായിരിക്കും, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കേസ് ആയിരിക്കും. KSP QSPക്ക് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പൊ KSP കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിസൊല്യൂഷൻ കൂടും എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടും എന്നാണ് അതിന്റെ അർത്ഥം. QSP കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടും, പ്രസിപ്പിറ്റേഷൻ ആണ് കൂടുക. രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് എന്തിലെത്തി, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടേമിലോട്ട് എത്തി എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. Is that right? ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് ചോദിക്കാം KSP. അതേസമയം KSP ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, KSPയുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് നിർബന്ധമായിട്ട് നോക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇതിന്റെ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ലെവൽ കൂടിയതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം.
pH of a solution A, B, C, D respectively 9.5, 2.5, 3.5, 5.5 the most acidic is. pH in the value ആർക്കാണോ കുറവ് അയാളാണ് more acidic. അപ്പോൾ 2.5 ആണ് more acidic. So B will be more acidic. അടുത്ത question. The pH of 0.01 molar NaOH. നമുക്ക് ദി NaOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ആണ്. ഒരു ബേസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് POH ആയിരിക്കും. POH കാണാൻ ഇക്വേഷൻ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്നാണ് നമ്മൾ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 0.0001 0.0001 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 10⁻⁻4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു മൈനസ് log 10 minus into minus plus that is equal to 4 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തും. അതിന്റെ വാല്യൂ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ POH ന്റെ വാല്യൂ കിട്ടി നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് pH ആണ്. സോ pH പ്ലസ് POH is equal to 14 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. therefore pH is equal to 14 minus POH എന്ന് പറയുന്ന വാല്യൂ കിട്ടി. that is equal to 14 minus I'm just writing here 14 minus 4 that is equal to 10 എന്ന് പറയുന്ന വാല്യൂലോട്ട് pH ന്റെ വാല്യൂ എന്ത് ചെയ്യും വരും. The final value of pH is around 10 എന്ന് പറയുന്ന വാല്യൂ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A solution of an acid has a pH is equal to 4.570. Find out the number of OH minus ion. pKw യുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. pH ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.70. അങ്ങനെയാണെങ്കിൽ നമ്മുടെ OH മൈനസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് pH പ്ലസ് POH is equal to 14 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ POH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മൈനസ് pH ആണ് എന്ന് അറിയാം. ദാറ്റ് ഈസ് 14 മൈനസ് 4.70 ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.30 ആണ് POH ന്റെ വാല്യൂ കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലായി. POH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അതാണല്ലോ POH. ദാറ്റ് ഈസ് POH. അതിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയുള്ളത് 9.30 എന്ന് കിട്ടി. therefore ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് is equal to minus 9.30 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ആന്റി ലോഗ് 9.30 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തി. ആന്റി ലോഗ് മൈനസ് നമുക്ക് മുന്നേ ഇടാം. ഓൾറെഡി വാല്യൂ മൈനസ് ആണല്ലോ. സോ വി ക്യാൻ ടേക്ക് മൈനസ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ആന്റി ലോഗ് മൈനസ് 9.30 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. നിങ്ങൾക്ക് അത് കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. എത്രയാണ് വാല്യൂ വരുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങോട്ട് OH മൈനസിന്റെ ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് OH മൈനസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഞാൻ POH കണ്ടുപിടിച്ചു. POHന്റെ ഇക്വേഷൻ എഴുതി. അതിൽ നിന്ന് ലോഗിനപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആന്റി ലോഗ് ആണ്. അതിൽ നിന്ന് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. ആന്റി ലോഗ് മൈനസ് 9.30ന്റെ വാല്യൂ വരുന്നത് 5 into 10⁻⁻10. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അതിന്റെ വാല്യൂ 5 into 10⁻⁻10. ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. What is the next question? And the next question പറയുന്നത് a monoprotic acid in a 0.1 molar solution ionized 0.001%. Its ionization constant. Monoprotic acid എന്ന് പറഞ്ഞിട്ടുണ്ട്. Ionization constant എന്ന് പറഞ്ഞാൽ Ka is equal to C alpha square. C alpha square എന്ന് പറയുന്ന വാല്യൂല് സിന്റെ വാല്യൂ തന്നിട്ടുള്ള 0.1 molar solution ആൽഫയുടെ വാല്യൂ 0.001 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. സോ ആൽഫ സ്ക്വയർ അത് പെർസെൻറ്റേജിലാണ്. സോ ഡിവൈഡഡ് ബൈ 100 അതിനെന്ത് ചെയ്യണം സ്ക്വയറും ചെയ്യണം. സോ ഇതിന്റെ വാല്യൂ നമുക്ക് വരുന്ന സമയത്ത് 0.1 ഇൻറ്റു ദിസ് ഈസ് 10⁻³ ഡിവൈഡഡ് ബൈ 10⁻², ഓൾ എന്തായിട്ട് മാറും സ്ക്വയർ ആയിട്ട് മാറും. സോ എത്രയാണ് നമുക്ക് വാല്യൂ വരുന്നത് നോക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് ഈസ് 0.1 ഇൻറ്റു ഇത് 10⁻², അത് മേലേക്ക് വന്ന 10⁻⁻10. ഓക്കെ, സോ ഇതൊരു കാര്യം ചെയ്യാം. വി ക്യാൻ ഡു ലൈക്ക് ദിസ്.
ഇവിടെയുള്ള 0.1നെ 10⁻⁻1 ഇൻറ്റു 10⁻2 മേലെ പോയി കഴിഞ്ഞാൽ 10⁻2 10⁻3 10⁻5 അതിന്റെ സ്ക്വയർ 10⁻10 എന്നാണ് അത് സോൾവ് ചെയ്താൽ ഉണ്ടാവുക. ടോട്ടൽ ഇറ്റ് വിൽ ബി 10⁻11 എന്ന് പറയുന്ന വാല്യൂലോട്ട് അത് എന്ത് ചെയ്യും എത്തും. സോ അതിന്റെ ആൻസർ വരുന്നത് 10⁻11 ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എല്ലാം ഡയറക്ട്ലി കുറച്ച് ലെവൽ കൂട്ടിയ ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യന്റെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യന് ദ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഓഫ് 0.2 നോർമൽ CH3COOH which is 40% dissociated is. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഓഫ് H+ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? സി ആൽഫ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സി ആൽഫ. സിയുടെ വാല്യൂ എത്രയാണ്? 0.2 ആണ്. ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 40% എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 100. 0 കട്ട് ചെയ്ത് കളഞ്ഞു. 10 മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് 0.4 കിട്ടും. സോ 0.2 ഇൻറ്റു 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യും? വാല്യൂ വരും. സോ ഇറ്റ് വിൽ ബി ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ചെക്ക് ചെയ്ത് നോക്കുക അതിന്റെ ആൻസർ എങ്ങനെ വരിക എന്നുള്ളത്. കോൺസെൻട്രേഷൻ ഓഫ് H+ സി ആൽഫ കെ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഒക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ ദ പെർസെന്റേജ് അയോണൈസേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഡൈല്യൂഷൻ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ മാക്സിമം വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ എത്രയായിരിക്കും? 100% ആയിരിക്കും. എപ്പോഴും ഡി ആണ്. ഒരു ജെ ലെവൽ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ. നിങ്ങൾക്ക് ഈ റേഞ്ച് കൂടിയ ക്വസ്റ്റ്യൻ ചെയ്തു തരാനുള്ള കാരണം ഇപ്രാവശ്യം കീം ലെവൽ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറും എന്നുള്ളതുകൊണ്ടാണ് റേഞ്ച് കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷെ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. The pH of solution containing 50 ml each of 0.1 molar sodium acetate and 0.01 molar acetic acid. സോഡിയം അസറ്റേറ്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? അസറ്റിക് ആസിഡും ഉണ്ട്. സോ ഇതെന്താണ്? ഒരു അസിഡിക് ബഫറാണ് അല്ലേ? വീക്ക് ആസിഡും സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസും. സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കോമ്പൗണ്ട് ഏതാ? സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3COONA. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3COOH. അസിഡിക് ബഫറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH is equal to pKa plus log concentration of salt divided by concentration of acid എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? അസിഡിക് ബഫറിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യും? ഫോം ചെയ്യും. പികെയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. pK is equal to 4.57 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ടിന്റെ കോൺസെൻട്രേഷൻ തന്നുള്ളത് 0.10 ഡിവൈഡഡ് ബൈ ആസിഡിന്റെ കോൺസെൻട്രേഷൻ 0.01. ഇത് സോൾവ് ചെയ്ത് നോക്കുക. ഇതിന്റെ വാല്യൂ ഏകദേശം 10 എന്ന് വരും. സോ 4.57 പ്ലസ് ഇത് സോൾവ് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ലോഗ് 10 എന്നാ വരിക. ലോഗ് 10ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഫൈനൽ ആൻസർ എത്ര വരും? 5.57 എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. സോ ഇറ്റ് ഷുഡ് ബി ഓപ്ഷൻ 1 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക വരിക. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ pH ഓഫ് അമോണിയം ഫോസ്ഫേറ്റ് സൊല്യൂഷൻ ഇഫ് pKa ആൻഡ് pKb ഫോർ ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ pH ഓഫ് അമോണിയം ഫോസ്ഫേറ്റ് വീക്ക് ആസിഡും വീക്ക് ബേസും വന്നു കഴിഞ്ഞാൽ pH കാണാനുള്ള ഇക്വേഷൻ സാൾട്ട് ഹൈഡ്രോളിസിസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. 7 പ്ലസ് ഹാഫ് pKa മൈനസ് എന്ത് വരണം? pKb എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. ദാറ്റ് ഈസ് 7 പ്ലസ് ഹാഫ് pKയുടെ വാല്യൂ 5.23 മൈനസ് 4.75 എന്ന് പറയുന്ന വാല്യൂ ചെയ്യണം. ദാറ്റ് ഈസ് 7 പ്ലസ് ഹാഫ്. ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് 0.24 കിട്ടും. ഫൈനൽ വാല്യൂ ഈസ് 7.24 എന്ന് പറയുന്നതാണ് അവിടുത്തെ pHന്റെ ഫൈനൽ വാല്യൂ. അമോണിയം ഹൈഡ്രോക്സൈഡും ഫോസ്ഫോറിക് ആസിഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അമോണിയം ഫോസ്ഫേറ്റിന്റെ. അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. അത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് അമോണിയം ഫോസ്ഫേറ്റ് ഉണ്ടാവുക. സോ വീക്ക് ആസിഡ് വീക്ക് ബേസ് ഹൈഡ്രോളിസിസിൽ pH കാണാൻ ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ NCERTയുമായി ബന്ധപ്പെട്ടിട്ടാണ് പോലും ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ജെയുടെ മെയിൻ്റെ ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്നത് ഈ
പറയപ്പെടുന്ന NCERT-യുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? ദ pKa ഓഫ് വീക്ക് ആസിഡ് തന്നിട്ടുണ്ട് ആൻഡ് pKb ഓഫ് വീക്ക് ബേസും തന്നിട്ടുണ്ട്. pH ഓഫ് അക്വ സൊല്യൂഷൻ, അക്വ സൊല്യൂഷന്റെ pH കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. pH കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. 7 പ്ലസ് ഹാഫ് pKa മൈനസ് എന്ത് വരുന്നുണ്ട്? pKb എന്ന് പറയുന്ന ഫോർമുല വരുന്നുണ്ട്. ദാറ്റ് ഈസ് 7 പ്ലസ് ഹാഫ് pKa വാല്യൂ 4.80 മൈനസ് pKb വാല്യൂ 4.78 എന്ന് വരും. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 7 പ്ലസ് ഇതിന്റെ വാല്യൂ 0.1 ദാറ്റ് ഈസ് 7.01 എന്ന് പറയുന്ന വാല്യൂലോട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് SnS2? നോട്ടിൽ നമ്മൾ ചെയ്തു SnS2 എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? SN4 പ്ലസ് പ്ലസ് പിന്നെ എന്താ ഉണ്ടാവുക? 2S2 മൈനസ് എന്നാ ഉണ്ടാവുക. ഇതിന്റെ KSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കോൺസെൻട്രേഷൻ ഓഫ് SN4 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2 മൈനസിന്റെ എന്ത് വരണം? സ്ക്വയറും വരണം. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ വരുന്നത് നോക്ക്. ദാറ്റ് ഓപ്ഷൻ വിൽ ബി ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്നുള്ള കാര്യം നോക്കുക. അത് കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ സൊല്യൂബിലിറ്റി ഓഫ് A2X3 ഈസ് y മോൾ ഡെസിമീറ്റർ ക്യൂബ് ഇൻവേഴ്സ് ഇറ്റ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. അടാ A2X3 എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ചെയ്യാം? 2^2 ഇൻറ്റു 3^3 ഇൻറ്റു S^2 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 27 ഇൻറ്റു S^5 ദാറ്റ് ഈസ് ഈക്വൽ ടു 108 X^108 ഇതിന്റെ ഫൈനൽ വാല്യൂ വരുന്നത് 108 S^5 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യും വരും? അവിടെ ആ y ആണ് കൊടുത്തതെന്നുള്ളൂ സൊല്യൂബിലിറ്റി. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 108 Y^5 എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മൾ ചെയ്തതെല്ലാം പ്യുവർലി JEE നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ നോക്കുക. എന്താ ബോർഡ് ലെവൽ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ സോഡിയം അസറ്റേറ്റ് ഈസ് ആഡഡ് ടു, സോഡിയം അസറ്റേറ്റിനെ എവിടെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്? ടു അസറ്റിക് ആസിഡ്, ദി കോൺസെൻട്രേഷൻ ഓഫ് അൺഅയണൈസ്ഡ് അസറ്റിക് ആസിഡ് ഇൻക്രീസസ്. വാട്ട് ഈസ് ദ ഫിനോമിന ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്? ഇതിൽ ഏതാ ഫിനോമിന? ഏതാ? സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്തു അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. അത് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രോങ് ആസിഡ് കണ്ടെയ്നിങ് അല്ലെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയൺ ആഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ അല്ലേ നമ്മൾ കോമൺ അയൺ എഫക്റ്റ് എന്ന് പറഞ്ഞ പേര് വിളിക്കുക. സോ ദി ഫസ്റ്റ് വൺ ഈസ് കോമൺ അയൺ എഫക്റ്റ് ആണ്. എന്താണ് കോമൺ അയൺ എഫക്റ്റ് എന്ന് നിങ്ങൾക്കറിയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദി ഇക്വിലിബ്രിയം റിയാക്ഷൻ AgCl gives Ag plus plus Cl minus the solubility of AgCl. AgCl സൊല്യൂബിലിറ്റി S-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Then find out KSP. AgCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ag1Cl1 ആണ്. സോ KSP കാണാനുള്ള ഇക്വേഷൻ 1^1 into 1^1 into S^1 plus 1 that is S square. അപ്പൊ S square is equal to നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? സൊല്യൂബിലിറ്റിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? സൊല്യൂബിലിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ KSP ആണ്. സോ KSP is equal to S square ആണ്. S-ന്റെ വാല്യൂ 1.06 into 10⁻⁻5 സ്ക്വയർ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അപ്പൊ അതിന്റെ വാല്യൂ വരുന്നത് അറൌണ്ട് 1.124 into 10⁻10 എന്ന് പറയുന്ന റേഞ്ചിലോട്ടാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. What happened to the value of solubility and solubility product when HCl is passed through? When HCl is passed through AgCl solution. AgCl സൊല്യൂഷൻ. അപ്പം HCl-നെ AgCl സൊല്യൂഷനിലൂടെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ HCl എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. HCl എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിട്ടാ മാറാം? HCl എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായിട്ട് മാറും? H+ ആയിട്ട് മാറും. പിന്നെ എന്തായിട്ട് മാറും? Cl- ആയിട്ട് മാറും. ഇതിലോട്ട് കോമൺ ആയിട്ട് ഞാൻ AgCl-നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് Cl- കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടും.
Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ബാക്കിലോട്ട് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ അത് എന്തായിട്ട് മാറും? ഇതിലോട്ട് AgCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ടു ദി വാല്യൂ ഓഫ് സൊല്യൂബിലിറ്റി, ഇതിന്റെ സൊല്യൂബിലിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പം Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് AgCl അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. HCl-ലോട്ട് AgCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ അയോൺ ആയിട്ട് ആരുണ്ട്? Cl മൈനസ് ഉണ്ട്. Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടും. Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ എവിടേക്ക് സംഭവിക്കും? ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് റിയാക്ഷൻ സംഭവിക്കും എന്ന് പറയാം. എന്നിട്ട് എന്താണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നിങ്ങൾ തന്നെ നോക്കുക. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കി എല്ലാവരും. ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ എന്ത് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിന് എന്ത് ചെയ്യാന് നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് വൺ എക്സാമ്പിൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ NH3 എന്ന് പറയുന്ന ഒരു ബേസിലോട്ട് എന്തിനെ ആഡ് ചെയ്തു? H2O ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് NH4+ ആയിട്ട് മാറി. പിന്നെ എന്തായിട്ട് മാറി? OH- ആയിട്ട് മാറി. NH3 എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. H2O അപ്പോൾ ആസിഡ് ആണ്. ബേസ് പ്ലസ് H+ എന്താണ് കിട്ടുക? കോൺജുഗേറ്റ് ആസിഡ് ആണ് ഈ ഫോം ചെയ്തിട്ടുള്ളത്. ഇതാണ് അവിടെയുള്ള കോൺജുഗേറ്റ് ബേസ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്. കോൺജുഗേറ്റ് ആസിഡ് ഏതാണ്? കോൺജുഗേറ്റ് ബേസ് എന്താണ്? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിന്റെ കൂടെ H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ആസിഡും, ആസിഡിൽ നിന്ന് H2O എന്ന് പറയുന്നത് ഇവിടെയുള്ള ആസിഡ് ആണ്. ആസിഡിൽ നിന്ന് H+ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അടുത്തത് എക്സ്പ്ലെയിൻ ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇന്നത്തെ നമ്മളെ തിയറി ഭാഗങ്ങൾ നോക്കുക. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇലക്ട്രോൺ റിച്ച് ആണ്. ആൻഡ് കാറ്റിയോൺ എല്ലാം ലൂയിസ് ആസിഡ് ആണ്, ആനിയോൺ എല്ലാം ലൂയിസ് ബേസ് ആണ്. According to Lewis theory, classify these substances into acid and base. ഇതിൽ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ H2O എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഉള്ളതാണ്. NH3 ലോൺ പെയർ ഉണ്ട്. OH- നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇതെല്ലാം ലൂയിസ് ബേസ് ആണ്. അപ്പൊ AlCl3 എന്താ വരിക? ലൂയിസ് ആസിഡ് ആണ്. AlCl3 ലൂയിസ് ആസിഡ്. ബാക്കി എല്ലാം ഏതാ വരുന്നത്? ബാക്കിയുള്ള ഈ മൂന്നും ഏതാ വരുന്നത്? ലൂയിസ് ബേസ് ആണ് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. ലൂയിസ് ബേസ് ആണ് ഫോം ചെയ്യുക. What is the next question? എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ? What is the next question? Common ion effect is a phenomena based on Le Chatelier principle. Illustrate common ion effect with example. Same question repetition. കോമൺ അയൺ എഫക്ട് എന്താ ഞാൻ പറഞ്ഞത്? CH3COOH എന്ന് പറയുന്ന മോളിക്യൂള് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് CH3COO മൈനസും പിന്നെ എന്തായിട്ട് മാറും? H+ ആയിട്ട് മാറും. ഡിസോസിയേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കോമൺ ആയിട്ട് എന്തിന് ആഡ് ചെയ്യുന്നു? CH3COONA എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പൊ ഇയാളെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഇക്വിലിബ്രിയം ബാക്കിലോട്ട് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ കോമൺ അയൺ എഫക്ട് എന്ന് പറയുന്ന പേര് വിളിക്കുന്നു. If the concentration of hydrogen ion in a soft drink is 3 × 10⁻³ calculates its pH. അതിന്റെ pH കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ബി ക്വസ്റ്റ്യൻ. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+, ദാറ്റ് ഈസ് 3 × 10⁻³ എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് സോൾവ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 2.523 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യുന്നു? എത്തുന്നു. ഐഡന്റിഫൈ ലൂയിസ് ആസിഡ് ഫ്രം ദി ഫോളോയിങ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. BCl3 എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അത് ലൂയിസ് ആസിഡ് ആണ്. ബാക്കി അമോണിയയിൽ ലോൺ പെയർ ഉണ്ട്. OH- നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതൊക്കെ എന്താണ് വരിക? ലൂയിസ് ബേസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്ക്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? Weak acid are partially ionized in aqueous solution. The ionization constant Ka ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Arrange the above acid in increasing order of their acidic strength. Acidic strength in increasing order.
കെന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്തു കൂടി. കെന്റെ വാല്യൂ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും കെന്റെ വാല്യൂ ഏതിനാണ് വരുന്നത് നോക്ക്. കെന്റെ വാല്യൂ 10⁻⁻4 വരുന്നതിനായിരിക്കും ഏറ്റവും വലിയ വാല്യൂ വരിക. അതിൽ കെന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ 1.8 × 10⁻⁻4 ആണോ 4.5 × 10⁻⁻4 ആണോ? നിങ്ങൾ നോക്കുക അതിൽ ഏതാണ് വലിയ വാല്യൂ. 1.8 × 10⁻⁻4 ആണോ 4.5 × 10⁻⁻4 ആണോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും വരിക HOCl ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ HCN ആണ്. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ ആൻസറും എന്റെ വാല്യൂ ഏറ്റവും കുറവ് HCN ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കെന്റെ വാല്യൂ കൂടുന്തോറും അസിഡിക് സ്ട്രെങ്ത് കൂടും. പിന്നെ കെന്റെ വാല്യൂ കൂടുതൽ ഏതാ വരുന്നത് HOCl ആണ്. HOCl കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ HNO അല്ല HCOOH. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ HNO2. കെന്റെ വാല്യൂ കൂടുന്തോറും എന്ത് കൂടും അസിഡിക് ക്യാരക്ടറിന്റെ വാല്യൂ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും നമുക്ക് പറയാം. അത് കഴിഞ്ഞ് കാൽക്കുലേറ്റ് ദി pH ഓഫ് 0.01 molar acetic acid solution with a degree of ionization. ഡിഗ്രി ഓഫ് അയോണൈസേഷൻ എത്ര തന്നിട്ടുള്ളത് 0.05 pH കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഓഫ് 0.01 molar അസറ്റിക് ആസിഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് H+ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സി ആൽഫയാണ്. സിന്റെ വാല്യൂ 0.01, ആൽഫയുടെ വാല്യൂ 0.045 എന്ന് പറയുന്ന വാല്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ അറൗണ്ട് കിട്ടുന്നത് 4.5 × 10⁻⁻4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ pH is equal to -log 4.5 × 10⁻⁻4 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അറൗണ്ട് 3.346 എന്ന് പറയുന്ന വാല്യൂലോട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് എത്തുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ pH വാല്യൂ. ഇങ്ങനെ pH കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതേ ഒരു മോഡൽ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്ക്. സാൾട്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓൺ ദ ബേസ്ഡ് ഓൺ ദി സോല്യൂബിലിറ്റി. എന്നിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ സാൾട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്. Identify the solubility range of sparingly soluble salt from the following between 0.1 and 0.01, less than 0.01, greater than 0.01. Sparingly soluble എന്ന് പറഞ്ഞാൽ solubility കുറവാണെങ്കിൽ less than 0.01 molar ആണ് വരിക. Calculate solubility of CaSO4 if solubility product at its temperature. Solubility പറഞ്ഞു തന്നിട്ടുണ്ട്. CaSO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 ആണ്, ഇത് 1 ആണ്. So 1:1 × 1:1 × S⁻1 + 1 S² ആണ് അതിന്റെ KSPയുടെ വാല്യൂ. KSP = S² ആണ്. അപ്പോൾ S = √KSP ആണ്. √KSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √9 × 10⁻⁻6 that is equal to 3 × 10⁻⁻3 എന്ന് പറയുന്ന വാല്യൂലോട്ട് അതിന്റെ ആൻസർ എന്ത് ചെയ്യും വരും. 3 × 10⁻⁻3 ആയിരിക്കും അതിന്റെ വാല്യൂ വരിക. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തതാണ്. pH of define the pH scale. pH scale എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് OH- iron. pH of soft drink is 2.42. give the nature of the solution. it is an acidic solution ആണ്. An aqueous solution of CuSO4. അടുത്ത പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ശ്രദ്ധിക്കാം. An aqueous solution of CuSO4 is acidic while that of Na2SO4 is neutral. CuSO4 acidic ആണ്. കാരണം CuSO4 ഉണ്ടാക്കിയിട്ടുള്ളത് OH ട്വൈസിൽ നിന്നും പിന്നെ എവിടുന്നായിരിക്കണം H2SO4 എന്നായിരിക്കണം. H2SO4 എന്താണ് സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ് നിന്നുണ്ടാവുന്ന ആൾക്കാരൊക്കെ എന്താണ് അസിഡിക് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഫോം ചെയ്യാൻ പറ്റുക. അതേസമയം Na2SO4 എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ Na2SO4 NaOH വരാം പ്ലസ് ആരും വരാം H2SO4 വരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ബേസും വന്നിട്ടുണ്ട്, സ്ട്രോങ് ആസിഡും വന്നിട്ടുണ്ട്. രണ്ടും സ്ട്രോങ് വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്ട്രോങ് ആസിഡ് ആണ്, ഒന്ന് സ്ട്രോങ് ബേസ് ആണ്. രണ്ടും സ്ട്രോങ് വന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും ന്യൂട്രൽ ആണ് എന്ന് പറയാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് സ്ട്രോങ് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് വാട്ട് അതിനെന്താക്കി നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇവിടെ ആസിഡ് ആണ് സ്ട്രോങ് എങ്കിൽ സ്ട്രോങ് അതിന് മോർ അസിഡിക് ആയിരിക്കും അത് വരിക. ഇനി വേറെ എന്തെങ്കിലും ആണ് സ്ട്രോങ് എങ്കിൽ അത് അല്ലെങ്കിൽ ബേസ് ആണ് സ്ട്രോങ് എങ്കിൽ അത് ബേസിക് ആയിരിക്കും ആ കോമ്പൗണ്ട് വരിക. ഇവിടെ രണ്ടും സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അതിനെ ന്യൂട്രൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കൺസിഡർ ചെയ്യാൻ പറ്റും.
അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. റൈറ്റ് ദി എക്സ്പ്രഷൻ ഓഫ് കെ സി. കെ സിയുടെ എക്സ്പ്രഷൻ ഏതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. ലെറ്റ് us ഗോ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് കെ സിയുടെ എക്സ്പ്രഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് കെ സി. കെ സി ഈസ് ഈക്വൽ ടു concentration of H2O raised to 2. ഇത് സോളിഡ് ആണ്. ഈ സോളിഡിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാലും അതിന്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇത് നമുക്ക് ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ജസ്റ്റ് CuSO4.5H2O എന്ന് ഇവിടെ എഴുതാം. പക്ഷെ ഇതിന്റെ ഒക്കെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും വരിക 1 ആയിരിക്കും വരിക. Write the expression of equilibrium constant Kc for the above equilibrium reaction. അതിന്റെ വാല്യൂ നമ്മൾ എന്തായിട്ടും വരാം 1 ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ H2O raised to 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവുള്ളൂ. The solubility product KSP യുടെ വാല്യൂ തന്നിട്ടുണ്ട്. solubility കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ബി ക്വസ്റ്റ്യൻ AlOH thrice എന്നാണ് തന്നിട്ടുള്ളത്. So this is 1, this is 3. 1 raised to 1 into 3 raised to 3 into S raised to 1 plus 3. 3 into 3 9, 9 into 3 27. 27 S raised to 4 എന്നാണ് KSP യുടെ വാല്യൂ കിട്ടുക. So KSP is equal to 27 S raised to 4. So S raised to 4 is equal to KSP divided by 27 എന്ന് കിട്ടും. Therefore S is equal to KSP divided by 27 all raised to 1/4 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യണം all raised to 1/4. KSP യുടെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 1 into 10 raised to minus 36 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. നമ്മൾ കിട്ടിയത് എസിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ KSP divided by 27. KSP divided by 27 into all raised to 1/4. KSP യുടെ വാല്യൂ 1 into 10 raised to minus 36 divided by 27 all raised to 1/4 എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കുന്ന സമയത്ത് you are getting an answer that is equal to 0.438 into 10 raised to minus 9 molar എന്ന് പറയുന്ന ഒരു വാല്യൂലോട്ട് അതെത്തും. ചെക്ക് ചെയ്ത് നോക്കുക അതിന്റെ ആൻസറും കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് വീണ്ടും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസ്. എന്താണ് ലൂയിസ് ആസിഡ്, എന്താണ് ലൂയിസ് ബേസ് എന്നൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്ത എന്താണ് റൈറ്റ് ഹെൻഡേഴ്സൺ ഹേസൽബാൾട്ട് ഇക്വേഷൻ ഓഫ് അസിഡിക് ബഫർ. അസിഡിക് ബഫറിന്റെ ഇക്വേഷൻ എന്താ pH is equal to pKa plus log concentration of salt divided by concentration of acid എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് pH ഓഫ് അസിഡിക് ബഫർ തന്നിട്ടുണ്ട്. pKa ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് pKa കണ്ടുപിടിക്കണം. സോ യു ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. pKa that is equal to minus log Ka that is equal to minus log 1.8 into 10 raised to minus 6. അതിന്റെ വാല്യൂ അറൗണ്ട് വരുന്നത് pK യുടെ വാല്യൂ ഈസ് 5.744 എന്ന് പറഞ്ഞ വാല്യൂലോട്ട് എത്തി. സോ 5.744 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഈസ് 0.5 ഡിവൈഡഡ് ബൈ ആസിഡിന്റെ വാല്യൂ 0.1. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ആർ ഗെറ്റിംഗ് എ വാല്യൂ ഓഫ് 6.44 എന്ന് പറയുന്ന വാല്യൂലോട്ട് pH ന്റെ ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത് നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ദി അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ്. നൈട്രസ് ആസിഡിന്റെ അയോണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ka ന്റെ വാല്യൂ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. സോ Ka വാല്യൂ ഈസ് ഗിവൺ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് 4.5 into 10 raised to minus 4. കാൽക്കുലേറ്റ് ദ pH എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. Ka is equal to C alpha square ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ആൽഫ is equal to root of Ka divided by C എന്ന് കിട്ടും. root of Ka ന്റെ വാല്യൂ 4.5 into 10 raised to minus 4 divided by C ന്റെ വാല്യൂ 0.04 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും വരും. that is equal to 0.106 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്തിന്റെ വാല്യൂ വരിക ആൽഫയുടെ വാല്യൂ വരിക. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആൽഫയാണ്. സി ആൽഫ എന്ന് പറയുന്ന സമയത്ത് 0.04 into 0.106 എന്ന് പറയുന്ന വാല്യൂ ചെയ്യുക. യു ആർ ഗെറ്റിംഗ് എ വാല്യൂ 0.0
0.0424 എന്ന് പറയുന്ന വാല്യൂലോട്ട് അത് എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് വരും. ദെൻ പി എച്ച് ചെയ്യുക, പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 0.00424 എന്ന് പറയുന്ന വാല്യൂ ചെയ്ത് നോക്കുക. യു ആർ ഗെറ്റിംഗ് എ വാല്യൂ ഓഫ് 2.373 എന്ന് പറയുന്ന ഫൈനൽ പി എച്ചിന്റെ വാല്യൂ. ചെയ്ത് പോയ ക്വസ്റ്റ്യൻ നോക്കുക, അതിന്റെ പാറ്റേൺ ശ്രദ്ധിക്കുക. കെ എന്റെ വാല്യൂയിൽ നിന്ന് ആൽഫ കണ്ടുപിടിച്ച്, ആൽഫയിൽ നിന്ന് സി ആൽഫ എച്ച് പ്ലസ് കണ്ടുപിടിച്ച്, എച്ച് പ്ലസിൽ നിന്ന് പി എച്ച് കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യന്റെ റേഞ്ച് അത്യാവശ്യം നല്ല റേഞ്ചിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡിഫൈൻ ദ ടേം പി എച്ച്. പി എച്ച് എന്താന്നൊക്കെ നമ്മൾ ഓൾറെഡി എന്തായത് പറഞ്ഞു. നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയൺ ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, കാൽക്കുലേറ്റ് ഇറ്റ്സ് പി എച്ച്. അതിന്റെ പി എച്ച് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് സിമ്പിൾ. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് 3 into 10⁻⁻12 എന്ന് ചെയ്ത സമയത്ത് നമുക്ക് പി എച്ചിന്റെ വാല്യൂ കിട്ടും. സോ ദ പി എച്ച് വാല്യൂ ഈസ് അറൌണ്ട് 11.5229 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തുന്നു. ഐഡന്റിഫൈ വെദർ ദ സൊല്യൂഷൻ ഈസ് അസിഡിക് ഓർ ബേസിക്. പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ആണ്. ഇഫ് പി എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 7, ഇതെന്തായിരിക്കണം, ബേസിക് ആയിരിക്കണം. പി എച്ച് ഗ്രേറ്റർ ദാൻ 7 ആയതുകൊണ്ട് ഇത് ബേസിക് ആയിരിക്കണം. മക്കളെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസും അത് നിങ്ങൾക്ക് ലെവൽ കൂടിയതായിട്ട് എൻട്രൻസ് ലെവലും പറഞ്ഞു തന്നിട്ടുണ്ട്. ബോർഡ് ലെവലിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. ഇതിൻ്റെ അപ്പുറം ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാനുള്ള സാധ്യതകൾ ഒന്നുമില്ല. കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്യുക. നമ്മളെ ചാനൽ വഴി നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷനുകളിൽ പങ്കെടുക്കുക. കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, കൃത്യമായി പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. ബൈ ബൈ.